സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഒരു Airbnb ഒരു നല്ല പ്രദേശത്താണ് ഇന്നലെ തങ്ങിയത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10:45 വരെ ഓടിച്ചു. കുറച്ചു നേരം കിടന്നുറങ്ങി. വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നമ്മൾ തങ്ങിയത് യൂട്ട എന്ന സംസ്ഥാനത്ത്. അപ്പൊ ഇന്നലെ നമ്മള് കാലിഫോർണിയ കഴിഞ്ഞിട്ട് നെവാഡയിൽ കയറി. ലാസ് വേഗാസ് ഇരിക്കുന്ന നെവാഡ കഴിഞ്ഞ് നെവാഡ സംസ്ഥാനം കഴിഞ്ഞിട്ട് കുറച്ച് അരിസോണ എന്ന സംസ്ഥാനം, മരുഭൂമി പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം തന്നെ അരിസോണയിലാണ് ഗ്രാൻഡ് കാനിയൻ എന്ന് പറഞ്ഞ ഒരു വിസ്മയം, പ്രകൃതി വിസ്മയം ഉള്ള ഒരു സ്ഥലം. അത് കഴിഞ്ഞിട്ട് നമ്മള് ആണ് യൂട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറിയത്. യൂട്ടയില് നമ്മൾ തങ്ങിയത് സിഡാർ സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. സിഡാർ സിറ്റി. ഈ സിഡാർ സിറ്റിക്ക് അടുത്തായിട്ടാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രൈസ് നാഷണൽ പാർക്ക്, പിന്നെ സയോൺ നാഷണൽ പാർക്ക്, മോബ് നാഷണൽ പാർക്ക്. നമ്മൾ ഒരു പക്ഷെ കണ്ടോ ഈ മൺപുറ്റുകൾ പോലെ വലിയ ആകൃതിയിൽ ഉള്ള ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോർമേഷൻസ്, റോക്കും ഒരു റെഡ് റോക്ക് ഫോർമേഷൻ ഒക്കെ പോലെയുള്ള ഒരു പ്രദേശമാണ് യൂട്ട എന്ന് പറഞ്ഞ സംസ്ഥാനം. ഇതൊക്കെ വളരെ ഫേമസ് ആണ് കേട്ടോ. സയൻ നാഷണൽ പാർക്ക്, പിന്നെ ബ്രൈസ് നാഷണൽ പാർക്ക്. അപ്പൊ ഈ ഒരു പ്രദേശം കൂടി നമ്മൾ ഇനിയിപ്പോ യൂട്ടയിൽ നിന്നും യാത്ര ഇന്ന് രാവിലെ ഇപ്പൊ യൂട്ട ടൈം 8:15. നമ്മുടെ കാലിഫോർണിയ ടൈമിനേക്കാളും 1 മണിക്കൂർ മുന്നോട്ടാണ്. ഇപ്പൊ 1 മണിക്കൂർ നമുക്ക് നഷ്ടപ്പെട്ടു യൂട്ടയിൽ വന്നു കഴിഞ്ഞപ്പോ. ഇനിയിപ്പോ നമ്മളൊരു ഏകദേശം ഒരു 12 മണിക്കൂറുകളെങ്കിലും ഓടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നിർത്തും, വിശ്രമിക്കും, ഭക്ഷണവും ഇതൊക്കെ കഴിച്ചിട്ടാണ്, സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ 2ാം ദിന യാത്ര, അതായത് ഏകദേശം കണക്റ്റിക്കുട്ടിലേക്ക് 5000 കിലോമീറ്ററിലും മേലെയാണ് നമ്മുടെ യാത്ര വരുന്നത്. അതിലെ 2ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഞാൻ നിങ്ങളുമായിട്ട് രാഷ്ട്രീയം, പിന്നെ ഒട്ടനവധി, നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ബോറടിക്കുമ്പോൾ നിങ്ങളായിട്ട് കുറച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്രീയവും വിശകലനങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ആ പങ്കുവെക്കലാണ് നമ്മുടെ എല്ലാവരുടെയും ഷെയറിങ് ഈസ് കെയറിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഷെയറിങ് ഈസ് കെയറിങ്. അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിട്ടാണ് ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളിൽ ഇത് 2ാം ദിനം നമ്മൾ ഫ്രീവേയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീവേ എന്ന് പറഞ്ഞാൽ 15 നോർത്ത് തിരുമുടി പോകണം. ആ 15 നോർത്തിൽ നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഫ്രീവേ ആണ് 70. അടുത്ത സംസ്ഥാനം കൊളറാഡോ ഉണ്ട്, നെബ്രാസ്ക ഉണ്ട്, അങ്ങനെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ. ഇത് കൊളറാഡോ, നെബ്രാസ്ക. അതിനിടയിൽ നമുക്ക് ഇത്തിരി തെക്കോട്ട് മാറിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഈ തെക്കോട്ട് മാറിയിട്ടുള്ള ഒരു റൂട്ടും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അത് കൻസസ് ഒക്കെ കൂടി പോകുന്നതാണ്. പക്ഷെ അതിലും നല്ലത് ചിലപ്പോൾ നമ്മൾ ഇല്ലിനോയ്സ്, അയോവ കൂടി നോർത്ത് കൂടി വടക്ക് ഭാഗം പിടിച്ച് പോയാലോ എന്ന് ഇപ്പോഴും ഞാൻ തീരുമാനം ആയിട്ടില്ല. ഒരു ചായയൊക്കെ കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ച് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ആ തീരുമാനം എടുക്കും എന്താ വേണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഏകദേശം ഫ്രീവേയിലേക്ക് കടക്കാറായിട്ടുണ്ട്, 15 നോർത്തിലേക്ക്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് യൂട്ടയുടെ ഒരു പ്രത്യേകത. യൂട്ട എന്ന് പറഞ്ഞ സംസ്ഥാനം ഇവിടെ കൂടുതലായിട്ടും ഒരു വലിയൊരു മതവിഭാഗത്തിന്റെയും കൂടിയും ഒരു പ്രദേശമാണ്. ആ മതവിഭാഗം എന്ന് പറയുന്നത് മോർമൺ, LDS ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലേറ്റർ ഡേ സെയിൻസ്. അവന്റെ 2 വിഭാഗം ഉണ്ട്. അതിൽ FLDS എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടി ഉണ്ട്. 2 വിഭാഗമായിട്ട് തിരിഞ്ഞ് ജോസഫ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഏകദേശം ഒരു 200-225 വർഷം മുമ്പ് അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിൽ തുടങ്ങിയതാണ്. അദ്ദേഹം തന്നെ വന്നിട്ട് അദ്ദേഹം ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ അടിസ്ഥാനം മുഴുവനും ഇതിൽ തന്നെയാണ്. ക്രിസ്ത്യൻ വിശ്വാസം യേശു ക്രിസ്തുവിലൊക്കെയാണ്. പക്ഷെ അതിൽ നമ്മളുടെ 1400 വർഷം മുമ്പ് വന്ന ഒരു പ്രവാചകനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പോലെ തന്നെ ജോസഫ് സ്മിത്തും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ അദ്ദേഹം ആ പുതിയ പ്രവാചകന്മാര് വരും എന്നുള്ളത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു
ജെറുസലേം, അതായത് ഇസ്രായേലിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്ത് അമേരിക്കയിൽ വന്നെന്നാണ് ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലായത്? എനിക്കൊരു പുസ്തകം, ഞാനൊരു ദിവസം കാട്ടിക്കോടെ നടന്നു പോകുമ്പോ എനിക്കൊരു പുസ്തകം കിട്ടി. അപ്പൊ ആ പുസ്തകം എവിടെയാ? അത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ ആകാശത്തേക്ക് കൊണ്ടുപോയി. ജോസഫ് സ്മിത്ത് എന്നാണ് അയാളുടെ പേര്. മഹാ ഉഡായിപ്പാന്ന് നമുക്ക് കേൾക്കുമ്പോ തന്നെ തോന്നുന്ന ഒരു കഥയാണ്. അപ്പൊ അദ്ദേഹം ഒരു മതം അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ ഭക്തി നിർഭരാണ്. ഇവര് കോടാനുകോടി രൂപയാണ് ഇവരില്. ടെസ്ലയിൽ അവര് $36 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തു, ടെസ്ല കാർ കമ്പനിയിൽ. അങ്ങനെയുള്ള പൈസ തിരിമറികൾ, പൈസ ആരും ഇത് പോയില്ല. അവരുടെ ഒരു തരം പ്രത്യേക വിശ്വാസം. അതായത് ജോസഫ് സ്മിത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഇത് തുടങ്ങിയ ആ പ്രവാചകൻ തുടങ്ങിയത്, അതിന്റെ അടിസ്ഥാന വിശ്വാസം യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ട് അവിടെ ഒരു ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നൊരു ഗോത്രം അതിലും മുമ്പ് ഇവിടെ വന്നു എന്നാണ് പറയണത്. അതായത് അമേരിക്കയിൽ വന്നു, അതിനുശേഷം യേശുക്രിസ്തു വന്നു എന്നാണ് ഈ മതവിഭാഗം വിശ്വസിക്കുന്നത്. അപ്പൊ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സോൾട്ട് ലേക്ക് സിറ്റി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ഏറ്റവും വലിയ ആസ്ഥാനം എന്നൊക്കെ പറയുന്നത്. Sorry, it's DJ. അപ്പൊ നമ്മൾ വീണ്ടും ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഡെൻവർ, കൊളറാഡോ. ഇവിടുന്ന് ഏകദേശം ഒരു 450 മൈല്, അങ്ങനെ പറയുമ്പോൾ 700-750 കിലോമീറ്റർ. നമ്മൾ കിലോമീറ്ററിൽ, ഇവിടെ മൈലിലാണ് ഇത് ചെയ്യുന്നത്. വിജനമായ പ്രദേശമാണ്. മരങ്ങൾ, സിഡാർ മരങ്ങള്, പൈൻ മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ആ ഒരു യൂട്ടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിലിവിടെയുള്ള വേറൊരു പ്രത്യേകത വെച്ചാല് വാഹനങ്ങള് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ഇപ്പൊ പുതിയ വരുന്നത് തന്നെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഇത്തിരി പഴയ ടെക്നോളജിയാണ്. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഇത്തിരി പണം കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു കാർ വാങ്ങണം, തന്നെ ഓടുന്ന കാർ. ഇതിപ്പോ സ്റ്റിയറിംഗ് മാത്രം പിടിച്ചാൽ മതി, ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ വയ്യാണ്ടാവണ്ട. സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 70, 130, 140 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ യൂട്ട അമേരിക്കയിൽ ഒരുവിധം നമുക്ക് സ്പീഡിൽ പോകാവുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കാരണം വിജനമായി കിടക്കുന്നത് കൊണ്ട് നല്ല കാലാവസ്ഥ. 51 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 14-15 ഡിഗ്രി സെൽഷ്യസ്, 12-14 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും ഇവിടുത്തെ ഇത് താപനില. തന്നെയല്ല 80 മൈൽ സ്പീഡ് എന്ന് പറയുമ്പോൾ 140 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഈ സംസ്ഥാനത്ത് കൂടി യാത്ര ചെയ്യാൻ പറ്റും. അപ്പോ അത് നമ്മൾ വേഗത്തിൽ പ്രദേശം പല സ്ഥലത്തും 140 കിലോമീറ്റർ സ്പീഡിൽ എത്താന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇത് വയ്യായിക്ക് തോന്നില്ല. തന്നെയല്ല ഗിയർ മാറാ, സ്പീഡ് കുറയാ, സിഗ്നലുകൾ ഒന്നുമില്ല. വെറുതെ ഇരുന്നാൽ മതി, സ്റ്റിയറിംഗ് പിടിച്ച് ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. ഓട്ടോമാറ്റിക്കലി സ്പീഡ് സെറ്റ് ചെയ്ത് നമ്മൾ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഉള്ള പ്രകൃതി രമണീയമായ പ്രദേശങ്ങളും ഒട്ടനവധി ഈ നമുക്ക് മൺകൂനകള്, ചുവന്ന മണ്ണ് ഒക്കെ നമുക്കിതില് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്നെ ഇത്തിരി കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇതുപോലെയുള്ള പ്രകൃതി രമണീയത, അതായത് നമ്മൾ റോഡ് ഫ്രീവേ പോകുന്ന ആ ഹൈവേ കടന്നു പോകുന്ന പ്രദേശങ്ങള് ഇതുപോലെ കൊത്തുപണി പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. നമ്മൾ ഒരു റോഡിന്റെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള മൂന്ന് ഇതുകളൊക്കെ ട്രെയിൻ പോലെ ഇപ്പൊ ട്രക്ക് പോണ റോഡിൽ കൂടെ. ഇതുപോലെ നമ്മൾ നോക്കുന്നത് നമ്മൾ പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ നമ്മൾ ഈ കലാകാരന്മാരോ അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന പോലെ കവികൾ പാടുന്ന പോലെയുള്ള പ്രകൃതി രമണീയതയാണ് നമുക്ക് യൂട്ടയിൽ കാണാൻ സാധിക്കുക. അത് ഇവിടെ ഒട്ടനവധി നാഷണൽ പാർക്കുകളുടെ വിജയം, അതായത് ഒട്ടനവധി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നതിനൊക്കെ വേണ്ടിയാണ് വരുന്നത്. നമുക്ക് കാണാം, ഹൈവേ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്, ട്രാഫിക് ഇല്ല. നമ്മളൊക്കെ വലിയ വലിയ നഗരങ്ങളിൽ കിടന്ന് ശ്വാസം മുട്ടി ചാവുന്നത് എന്തിനാണെന്ന്
തോന്നിക്കും പലപ്പോഴും. ഇതൊക്കെ കാണാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മളൊരു ജീവിതകാലം മുഴുവനും ഇതൊന്നും കാണാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ വലിയ നഗരങ്ങളിൽ ആ ജീവിതത്തിന്റെ തിരക്കിൽ പെട്ടിട്ട് രാവിലെ 8 മണിക്ക് ജോലിക്ക് കയറി, അല്ലെങ്കിൽ 10 മണിക്ക് ജോലിക്ക് കയറി, വൈകുന്നേരം 8 മണി വരെ ജോലി എടുത്തു മരിച്ച് പണിയെടുക്കുക. എന്താ കാര്യം? ഇതാണ് ജീവിതം. അതിന് സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ. നമ്മളിപ്പോ സോൾട്ട് വാർ ഏരിയ എന്ന് പറയുന്ന ഒരു പ്രദേശം, അത് നമ്മൾ ഹൈവേ കൂടെ കടന്നു പോകുന്ന കാണുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു ചെറിയ സ്റ്റോപ്പ് നിർത്തിയിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്.